ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ നാടകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആ നാടകത്തിലെ ഒന്നാമത്തെ സീൻ അൽ മഷ്ഹദുൽ അവൽ നമ്മൾ പഠിച്ചു. ഇനി അതിലെ അൽ മഷ്ഹദു സാനി രണ്ടാമത്തെ സീനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. രണ്ടും മൂന്നും സീനുകൾ ഇന്ന് പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ അൽ മഷ്ഹദുൽ അവലിലെ അവസാന ഭാഗത്ത് എന്താണ് നമ്മൾ പഠിച്ചത്? കുട്ടികൾ വേസ്റ്റ് മാലിന്യങ്ങളുടെ ബാഗുകളും കൊണ്ട് പുഴയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്തിനു വേണ്ടി? മാലിന്യങ്ങൾ പുഴയിലെറിയാൻ വേണ്ടി. ഇവർക്ക് മാലിന്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകാതിരുന്നപ്പോൾ അവർ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ്, ഒരു സൂത്രമാണ് മാലിന്യങ്ങൾ പുഴയിലെറിയാമെന്നുള്ളത്. അങ്ങനെ ഇവരൊരു പുഴയുടെ തീരത്തേക്ക് എത്തുകയാണ്. അങ്ങനെ കർട്ടൺ ഉയർന്നു. രണ്ടാമത്തെ സീൻ. അലൽ മസ്രഹി സയ്യാദുൽ അസ്മാക്കി. സ്റ്റേജിൻ്റെ മേലെ ഒരു മീൻപിടുത്തക്കാരനുണ്ട്. യജ്ലിസു ഹസീനൻ. അവൻ ദുഃഖിതനായിരിക്കുകയാണ്. ഫി ലഫത്തിൻ നഹരി. പുഴയുടെ തീരത്ത്. അപ്പോൾ ഈ കുട്ടികൾ പുഴയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ ആരെ കണ്ടു? ഒരു മീൻപിടുത്തക്കാരൻ ദുഃഖത്തോടെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കാണുന്നത് ആദ്യം മീൻപിടുത്തക്കാരൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. വ ഖാലിയത്തുൻ അമാമഹു ശബക്കത്തുൻ മലീഅത്തുൻ മിൻ നുഫായത്ത്. അവൻ്റെ മുമ്പിൽ ഒരു മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വലയുണ്ട്. അമാമഹു ശബക്കത്തുൻ. അവൻ്റെ മുമ്പിൽ ഒരു വലയുണ്ട്. എങ്ങനെയുള്ള വലയാണുള്ളത്? മലീഅത്തുൻ മിൻ നുഫായാത്ത്. മാലിന്യങ്ങളാൽ നിറഞ്ഞ വല. വ ഖാലിയത്തുൻ മിനൽ അസ്മാക്ക്. മീനുകളൊന്നുമില്ലാതെ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു വലയാണ് അവൻ്റെ മുമ്പിലുള്ളത്. അങ്ങനെ ആ മീൻപിടുത്തക്കാരൻ അങ്ങനെ ആ പുഴത്തീരത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് യദ്ഖുലുൽ ഔലാദു. നമ്മുടെ കുട്ടികൾ യദ്ഖുലുൽ ഔലാദുൽ മസ്രഹ. നമ്മുടെ കുട്ടികൾ സ്റ്റേജിലേക്ക് കയറി വരുന്നത്, അതായത് ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഹാമിലീനൽ അക്കിയാസ്. അവരുടെ ബാഗുകളും ആ സഞ്ചികളും പിടിച്ചുകൊണ്ട്, വേസ്റ്റ് അടങ്ങിയ സഞ്ചികളും തൂക്കിക്കൊണ്ട് ആര് വരുന്നു? കുട്ടികൾ വരുന്നു. അങ്ങനെ കുട്ടികൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ്. അമലാണ് ആദ്യം ചോദിക്കുന്നത്. മൻ അൻത. താങ്കൾ ആരാണ്? ലിമ തജ്ലിസുഹുന ഹസീൻ. എന്താണ് ഇവിടെ ദുഃഖത്തോടെ ഇരിക്കുന്നത്? സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ സയ്യാദ് പറയുകയാണ്, അന സയ്യാദ് സമക്. ഞാനൊരു മീൻപിടുത്തക്കാരനാണ്. ഉൻലുറു ഇലാ ശബക്കത്തി. എൻ്റെ വല നോക്കൂ. അപ്പോൾ ആദിൽ മദഹദസ്. എന്ത് പറ്റി? അമാ ഹസൽ തലൽ അസ്മാക്. മീനൊന്നും കിട്ടിയില്ലേ, അതുകൊണ്ടാണോ സങ്കടം എന്ന് ആദിൽ ചോദിച്ചു. അപ്പോൾ സയ്യാദ് പറയുന്നു, അജി ഹുന കൈ അസ്താദൽ അസ്മാക്. ഞാനിവിടെ മീൻ പിടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അജി ഞാൻ വരുന്നു, ഹുന ഇവിടെ, കൈ അസ്താദ പിടിക്കാൻ വേണ്ടി, അൽ അസ്മാക്ക മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുഴയിലേക്ക് വരുന്നത്. ബൽ എന്നാൽ ഹാലിയൻ ഇപ്പോൾ അഹസുലു അലൻ നുഫായാത്തി ഫഖത്ത്. എനിക്ക് മാലിന്യങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി വലയെറിഞ്ഞാൽ വലയിൽ മീനുകളല്ല മാലിന്യങ്ങളാണ് കുടുങ്ങുന്നത്. അതാണ് എൻ്റെ സങ്കടത്തിൻ്റെ കാരണം. അല്ല ഔലാദ്. കുട്ടികളെല്ലാവരും യൻദുറൂന ഇല ശബക്ക. ആ വലയിലേക്ക് നോക്കുന്നു. അപ്പോഴാണ് അവർ മീൻപിടുത്തക്കാരൻ്റെ മുമ്പിലുള്ള വലയിലേക്ക് നോക്കുന്നത്. അങ്ങനെ അവർ പറയുകയാണ്, യാ അലൽ അജബ്. അത്ഭുതം, എന്തൊരത്ഭുതം. അശബക്കത്ത് മംലു അത്തും ബിന്നുഫായാത്ത്. വല മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. കൈഫഹാദ. ഇതെങ്ങനെ സംഭവിച്ചു? വലയെറിഞ്ഞാൽ മീനാണല്ലോ കിട്ടുക, മാലിന്യം കിട്ടുന്നത് എങ്ങനെ? അസയ്യാദ് പറയുന്നു, അന്നാസു യർമൂനൽ ഖാദൂറാത്തി ഇലൽ മിയാഹ്. ജനങ്ങൾ മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് എറിയുന്നു. അന്നാസു ജനങ്ങൾ യർമൂന എറിയുന്നു, അൽ ഖാദൂറാത്ത് വൃത്തികേടുകൾ, അഴുക്കുകൾ, മാലിന്യങ്ങൾ, ഇലൽ മിയാഹ് വെള്ളത്തിലേക്ക്. അങ്ങനെയാണ് എൻ്റെ വലയിൽ മാലിന്യങ്ങൾ കിട്ടുന്നത്. ലീന നെഹ്നുവായിൻ ജിഗ്ന കൈ നർമിയൻ നുഫായാത്തിര നെഹർ. ഞങ്ങളും അതിനു വേണ്ടി തന്നെയാണ് വന്നത്. ഞങ്ങളും മാലിന്യങ്ങൾ പുഴയിലേക്ക് എറിയാനാണ് വന്നത്, അല്ലേ? ഇനി താങ്കൾക്ക് വല വീശിയാൽ ഞങ്ങൾ എറിഞ്ഞ മാലിന്യം കൂടെ കിട്ടും എന്ന് ലീന പറഞ്ഞു. നെഹ്നു അയലൻ ഞങ്ങളും ജിഗ്ന വന്നിരിക്കുന്നു, കൈ നർമിയ എറിയാൻ വേണ്ടി, അന്നുഫായാത്തി മാലിന്യങ്ങൾ, ഇലന്നഹരി പുഴയിലേക്ക്. അത് കേട്ടപ്പോൾ യക്കൂമു ഹാഇറൻ സയ്യാദ് വെപ്രാളപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റു. അയ്യോഹൽ ഔലാദ്. കുട്ടികളെ, ലാ തർമുൽ ഖാദൂറാത്തി ഫിൽമ ഫി മവാരിദിൽ മിയാഹ്. മാലിന്യങ്ങൾ, വേസ്റ്റുകൾ ജലസ്രോതസ്സുകളിലേക്ക് എറിയരുത്. ലാ തർമു നിങ്ങൾ എറിയരുത്, അൽ ഖാദൂറാത്ത് മാലിന്യങ്ങൾ, ഫി മവാരിദിൽ മിയാഹ് ജലസ്രോതസ്സുകളിലേക്ക്. അതായത്
മവാരിദുൽ മിയാഹ് മീൻസ് ജലസ്രോതസ്, കിണർ, പുഴ, കുളം, ഇതൊക്കെ ജലം കിട്ടുന്ന സ്ഥലമാണല്ലോ, അതാണ് ജലസ്രോതസ്സുകൾ, മവാരിദുൽ മിയാഹ് എന്ന് പറയും. അവിടേക്ക് നിങ്ങൾ മാലിന്യങ്ങൾ എറിയരുത്. ഇന്നഹ തുലവ്വിസുഹ, അവ ആ ജലസ്രോതസ്സുകളെ മലിനമാക്കും. ലവ്വസ, മലിനമാക്കി. ഇന്നഹ തുലവ്വിസുഹ, ആ മാലിന്യങ്ങൾ പുഴയും മറ്റും മലിനമാക്കും. ഫതുഹ്ലിക്കു അഹ്യ അഹ, അങ്ങനെ അതിലുള്ള ജീവജാലങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയും. പുഴയിലുള്ള ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? മത്സ്യങ്ങൾ അല്ലേ, മത്സ്യങ്ങളും മറ്റു ജലജീവികളെയൊക്കെ നശിപ്പിച്ച് കളയും. അമൽ സ്വദ്ദഖ്ത, യു ആർ കറക്റ്റ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അൽ മാ റൂഹുന വ ഹയാത്തുന, വെള്ളം ഞങ്ങളുടെ ജീവൻ, വെള്ളം നമ്മുടെ ജീവനും ജീവിതവുമാണ്. അൽ മാ ഉ, വെള്ളം, റൂഹുന, നമ്മുടെ ജീവനാണ്, നമ്മുടെ ആത്മാവാണ്, വ ഹയാത്തുന, നമ്മുടെ ജീവിതമാണ്. ലൻ നുഫ്സിദ ബിഅത്തന, നമ്മൾ നമ്മുടെ പ്രകൃതിയെ, നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ മലിനമാക്കുകയില്ല, കുഴപ്പത്തിലാക്കുകയില്ല, നശിപ്പിക്കുകയില്ല എന്ന് അമൽ പറഞ്ഞു. ഫജഅത്തൻ, പെട്ടെന്ന്, യസ്മഉന ബൂഖ സയ്യാറത്തിൽ ഇസ്ആഫ്, സയ്യാറത്തി എന്നാണ് വേണ്ടത്, അവർ ഒരു ആംബുലൻസിൻ്റെ സൈറൺ കേൾക്കുകയാണ്. യസ്മഉന, അവർ കേൾക്കുന്നു, ബൂക്ക് കേൾക്കുന്നു. ബൂക്ക് മീൻസ് സൈറൺ, ശബ്ദം. എന്തിൻ്റെ ശബ്ദം? സയ്യാറത്തിൽ ഇസ്ആഫ്, ആംബുലൻസിൻ്റെ. അപ്പോൾ സയ്യാദ് യുഷീറു ബിയദിഹി നെഹവ സൗത്തി, ആ സൈറൺ കേട്ട ഭാഗത്തേക്ക്, ശബ്ദത്തിൻ്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവരോട് പറയുകയാണ്, ബൂക്കുൽ ഇസാഫ്, ആംബുലൻസിൻ്റെ സൈറൺ, കം മിൻ ഉനാസിൻ, എത്രയെത്ര മനുഷ്യരാണ്, യമ്രലൂന, രോഗികളാകുന്നത്, യോമൻ ഫയോമൻ, ദിനേനെ. യോമൻ ഫയോമൻ മീൻസ് ദിനേനെ, ദിവസവും, ഓരോ ദിവസവും എത്രയെത്ര ആളുകളാണ് രോഗികളാകുന്നത്. ബിസബബി തലവുസിൽ ബി, പരിസ്ഥിതി മലിനീകരണം കാരണം. ബിസബബി, കാരണം, എന്തിൻ്റെ കാരണം? ബിസബബി തലവുസിൻ്റെ കാരണത്താൽ. അൽബിയ, ബിയത്തിൻ്റെ, പരിസ്ഥിതിയുടെ തലവുസ്, പരിസ്ഥിതിയുടെ മലിനീകരണം കാരണത്താൽ എത്രയെത്ര ആളുകളാണ് ദിനേനെ രോഗികളാകുന്നത്. വയക്സുറു അദദുൽ മുസ്തഷ്ഫയാത്ത് ഫി ബലദിന, നമ്മുടെ രാജ്യത്ത് ഹോസ്പിറ്റലുകളുടെ എണ്ണം അധികരിക്കുകയാണ്. വയക്സുറു, അധികരിക്കുന്നു, അദദുൽ മുസ്തഷ്ഫയാത്ത്, ഹോസ്പിറ്റലുകളുടെ എണ്ണം, അദദ്, എണ്ണം, ഫി ബലദിന, നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഔലാദ്, യാ അങ്കിളെ, കൈഫന തഖല്ലസു മിൻ ഹാദിഹിൽ മുഷ്കില, ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? കൈഫന തഖല്ലസു, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? മിൻ ഹാദിഹിൽ മുഷ്കില, ഈ പ്രശ്നത്തിൽ നിന്നും, അതായത് ഈ മാലിന്യത്തിൻ്റെ പ്രശ്നത്തിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? കാരണം മാലിന്യങ്ങളില്ലാതെ സാധ്യമല്ലല്ലോ ജീവിക്കാൻ. നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങുകയാണ്, എന്ത് ഫങ്ഷൻ നടത്തുകയാണെങ്കിലും അവിടെ കുറേ മാലിന്യങ്ങൾ അവശേഷിക്കും അല്ലേ. പേപ്പറിൻ്റെതായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെതായിട്ടും ഒക്കെ ധാരാളം മാലിന്യങ്ങൾ നിർബന്ധമായും ഉണ്ടാകും. പിന്നെ അതിൽ നിന്നും എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എന്താണ് അതിനുള്ളൊരു മാർഗം? അപ്പോൾ ആ സയ്യാദ് അവരോട് പറയുകയാണ്, ഹലുമു മഹി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സയ്യാദ് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ യഗീബൂന അനിൽ മസ്രഹി, എല്ലാവരും സ്റ്റേജിൽ നിന്നും മറയുന്നു, പുറത്തേക്ക് പോകുന്നു. അങ്ങനെ രണ്ടാമത്തെ സീൻ അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട്. മാ സബബു ഹുസ്നി സയ്യാദി, സയ്യാദിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? സയ്യാദിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം മീനിന് പകരം മറ്റേ മാലിന്യങ്ങൾ കിട്ടിയതാണ് അല്ലേ. അപ്പോൾ ഉത്തരം ഇങ്ങനെ എഴുതാം, ഹസല സയ്യാദു അലൻ നുഫായാത്തി, സയ്യാദിന് മാലിന്യങ്ങൾ കിട്ടി, ബദലൽ അസ്മാക്കി, മീനുകൾക്ക് പകരം, ഹാദാഹുവ സബബു ഹുസ്നിഹി, ഇതാണ് അവൻ്റെ ദുഃഖത്തിന് കാരണം. രണ്ടാമത്തെ ചോദ്യം, കൈഫ തളുറു നുഫായാത്തു മവാരിദൽ മിയാഹി, നുഫായാത്ത്, മാലിന്യങ്ങൾ എങ്ങനെയാണ് ജലസ്രോതസ്സുകളെ നശിപ്പിക്കുന്നത്? തളുറു, ഉപദ്രവിക്കുന്നത്, നശിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു? അതവിടെ പറഞ്ഞത്, തുഹ്ലിക്കുൻ നുഫായാത്തു അഹ്യാ അൽ മാഇ, നുഫായാത്ത്, മാലിന്യങ്ങൾ വെള്ളത്തിലെ ജീവജാലങ്ങളെ നശിപ്പിച്ചു കളയുന്നു. അതാണ് അതിൻ്റെ ഉത്തരം അല്ലേ. പിന്നെ നദ്കുറു മവാരിദൽ മിയാഹില്ലത്തി നഅരിഫുഹ, നമുക്കറിയുന്ന ജലസ്രോതസ്സുകളുടെ പേരുകൾ എഴുതാം. എന്തൊക്കെ ജലസ്രോതസ്സുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? അതൊക്കെ എഴുതുക.
ഉദാഹരണത്തിന് ഇവിടെ നെഹർ പുഴ, ജദ്വൽ അരുവി, ബിർക്കത്ത് കുളം, ബിർ കിണർ, ബഹർ കടൽ, ബുഹൈറത്ത് കായൽ. ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന ജലസ്രോതസ്സുകൾ അല്ലേ. ഇതൊക്കെ എഴുതുക. ഓക്കെ. ഇനി നുഅബ്ബിറു വ നുമസ്സിലു ഫിൽ ഫസ്ലി. ഇത് പറയാം, അഭിനയിക്കാം. അതായത് ഇവിടെ കുറേ ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നാടകത്തിൽ കണ്ട ഡയലോഗുകൾ തന്നെയാണ്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് അഭിനയിക്കണം. ഏതൊക്കെയാണ്? വാ സഫ, ഹാ കഷ്ടം. ഹാ കഷ്ടം എന്ന് പറയുക, അതോടൊപ്പം അഭിനയിക്കുകയും ചെയ്യുക. അതായത് ഹാ കഷ്ടം എന്ന് വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, മുഖത്തൊക്കെ എക്സ്പ്രഷൻസൊക്കെ വരുത്തിക്കൊണ്ട് അല്ലേ. ഹാ കഷ്ടം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക, അതൊക്കെ വരുത്തിക്കൊണ്ട് വേണം പറയാൻ. അങ്ങനെ താഴെയുള്ള ഓരോ സെൻറ്റൻസുകളും ഓരോ ഡയലോഗുകളും എക്സ്പ്രഷൻ വരുത്തിക്കൊണ്ട് പിന്നെ അഭിനയിക്കുന്ന രൂപത്തിൽ തന്നെ അഭിനയിക്കുക, ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കുക. അത് നിങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണ് ഡയലോഗുകൾ? ഐ വാ മുവാഫിക്കുന, യെസ് വി ആർ അഗ്രീങ്, ഞങ്ങൾ അഗ്രി ചെയ്യുന്നു. ഇൻ ദി ഫിക്ര, ഐ ഹാവ് എൻ ഐഡിയ. യാ ലജബ്, എന്തൊരു അത്ഭുതം. ഹലുമു മഈ, എൻ്റെ കൂടെ വരൂ. തവക്കഫു, നിൽക്കൂ. അർജുക്കും, പ്ലീസ്. അൻതും തൊയ്യബൂൻ, നിങ്ങളൊക്കെ നല്ലവരാണ്. ഫിക്ര റാഇഅ, നല്ല ഐഡിയ. അൻത സ്വഹീഹ്, യു ആർ കറക്റ്റ് അല്ലേ. അതൊക്കെ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുക ക്ലാസ്സിൽ. ഇനി അൽ മഷദ് സാലിസ്, മൂന്നാമത്തെ സീൻ. അപ്പോൾ ഈ സയ്യാദ് അവരെ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. എന്തിനാണ് കൊണ്ടുപോകുന്നത്? എങ്ങനെ മാലിന്യ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സയ്യാദ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? അപ്പോൾ സ്റ്റേജിൽ മൂന്നാമത്തെ സീൻ വരുമ്പോൾ, കർട്ടൻ വരുമ്പോൾ സ്റ്റേജിൽ കാണുന്നത് എന്താണ്? അലൽ മസ്രഹി ബൈത്തു സയ്യാദി സമക്കി, ആ മീൻപിടുത്തക്കാരൻ്റെ വീടാണ് സ്റ്റേജിലുള്ളത്. അപ്പോൾ അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടേക്കാണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. യക്കാവ് ബൈനൽ ബുസ്താനി വൽ മസ്റാത്തി, അദ്ദേഹത്തിൻ്റെ വീട് കൃഷിയിടത്തിനും പൂന്തോട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൃഷിയിടമുണ്ട്, പൂന്തോട്ടമുണ്ട്. പിന്നെയോ, അപ്പോൾ അവർ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമല പറയുകയാണ്, മാ അജ്മല ഹാദൽ മഖാൻ, എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണിത്. അപ്പോൾ അതിൽ കൈഫ തസ്തത്തിയോ അൻ തുഹാഫില അല നലാഫത്തിൽ ബൈത്തി ഹാക്കഥ, താങ്കൾക്ക് ഇങ്ങനെ വീട് ഇത്രയും ഭംഗിയിൽ ഇത്രയും വൃത്തിയിൽ വീട് സൂക്ഷിക്കാൻ കഴിയുന്നു? കൈഫ തസ്തത്തിയോ, താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു? അൻ തുഹാഫില, സൂക്ഷിക്കാൻ, അല നലാഫത്തിൽ ബൈത്ത്, വീടിൻ്റെ വൃത്തി, വീട് ഹാക്കഥ, ഇങ്ങനെ വീട് ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു? അപ്പോൾ ഇവർ വീട്ടിൽ കയറി ചെന്നപ്പോൾ തന്നെ നല്ല വൃത്തി, നല്ല ഭംഗി, നല്ല അടക്കവും ഒതുക്കവും എന്താ പറയുക, വൃത്തിയും ഭംഗിയുമുള്ള ഒതുക്കത്തിലുള്ള ഒരു വീടാണ് അവർ കണ്ടത്. അത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. ഇത്രയും വൃത്തിയിൽ വീട് സൂക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ അപ്പോൾ അവരങ്ങനെ ചോദിച്ചപ്പോൾ യുഷീറു സയ്യാദ് ഇല സല്ലാത്തിൽ മുഹമ്മലാത്തി ഫിൽ ബൈത്ത്, സയ്യാദ് വീട്ടിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. യുഷീർ സയ്യാദ്, സയ്യാദ് ചൂണ്ടുന്നു, ഇല സല്ലാത്തിൽ മുഹമ്മലാത്ത്, വേസ്റ്റ് ബാസ്ക്കറ്റുകളിലേക്ക്, ഫിൽ ബൈത്ത്, വീട്ടിലുള്ള. എന്നിട്ട് സയ്യാദ് പറയുകയാണ്, ഉൽദുറോഹില ഹാദിഹി സല്ലാത്ത്, നിങ്ങൾ ഈ സല്ലാത്ത്, നിങ്ങൾ ഈ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ നോക്കൂ. അൽ ഊലാലിൽ ഔറാഖ്, ഒന്നാമത്തത് ഔറാക്കിനുള്ളതാണ്. എന്താ ഔറാഖ്? പേപ്പറുകൾ, കടലാസുകൾ, പേപ്പർ വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയുള്ള ബാസ്ക്കറ്റാണ് ഒന്ന്. പിന്നെയോ സാനിയത്ത്, രണ്ടാമത്തെ ബാസ്ക്കറ്റ് എന്തിനുള്ളതാണ്? ലിൽ മവാത്തിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാനുള്ള ബോക്സാണ് രണ്ടാമത്തേത്. സാലിസത്ത്, മൂന്നാമത്തേത് ലിന്നുഫായാത്തി തൊബിയ, ജൈവ മാലിന്യങ്ങൾ ഇടാനുള്ള ബാസ്ക്കറ്റ്. ഹാക്കഥ അക്കൂമുബി ഫറസിൻ നുഫായാസ്, ഇപ്രകാരമാണ് ഞാൻ മാലിന്യങ്ങളെ വേർതിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3 വേസ്റ്റ് ബാസ്ക്കറ്റുകളുണ്ട്. അതിലൊരു ബാസ്ക്കറ്റിൽ ഇദ്ദേഹം പേപ്പർ വേസ്റ്റുകളിടും, രണ്ടാമത്തേതിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളിടും, മൂന്നാമത്തേതിൽ പിന്നെ ജൈവ മാലിന്യങ്ങൾ, അതായത് ഫുഡ് വേസ്റ്റും അങ്ങനെയുള്ള മണ്ണിൽ അലിഞ്ഞു പോകുന്ന ജൈവ മാലിന്യങ്ങൾ, പച്ചക്കറി വേസ്റ്റുകളും അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും അതിലിടും. ഇത് എന്ത് ചെയ്യും? ഈ 3 വേസ്റ്റ് ബാസ്ക്കറ്റുകളും പേപ്പർ വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പറുകളൊക്കെ എടുത്തുകൂട്ടി കത്തിച്ച് കളയാം. പേപ്പർ കത്തിച്ചാൽ കുഴപ്പമില്ല. പിന്നെയോ ഫുഡ് വേസ്റ്റിൻ്റെ അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളുടെ ബാസ്ക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മാലിന്യങ്ങൾ അതേപോലെ എടുത്ത് വേണമെങ്കിൽ തെങ്ങിനും മറ്റും വളമാക്കിയിടാം, അല്ലെങ്കിൽ പറമ്പിലൊരു കുഴി കുഴിച്ച് അതിനകത്തിടാം, പിന്നീട് അത് വളമായി ഉപയോഗിക്കാം.
അതും പ്രകൃതിക്കും മറ്റും ദോഷമില്ലാതെ അവിടെ സംസ്കരിക്കപ്പെടും. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുള്ള ബാസ്ക്കറ്റ് നിറഞ്ഞാൽ എന്ത് ചെയ്യും? ആ പ്ലാസ്റ്റിക്കുകളൊക്കെ ആർക്ക് കൊടുക്കാം? മുനിസിപ്പാലിറ്റി ജീവനക്കാർ വരും, അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ഹരിതകർമ്മസേന പോലുള്ള ജീവനക്കാർ ഇത് ശേഖരിക്കാൻ വേണ്ടി വരും അല്ലേ, അവർക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലും നാട്ടിലുമൊന്നും മാലിന്യങ്ങൾ നമുക്ക് ഉപദ്രവകരമായി ഉണ്ടാവുകയില്ല. ഇതേപോലെ ഓരോ വീട്ടുകാരും ചെയ്താൽ മാലിന്യമുക്തമായ നാട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഹാദിഹി ത്വരീഖത്തുൻ മിസാലിയത്തുൻ, ഇതാണ് മാതൃകാപരമായ മാർഗം എന്ന് ലീന പറയുന്നു. അല്ലൗലാദ്, കുട്ടികൾ. നാം, അതെ. അയ്യുഹൽ അഹിബ, പ്രിയപ്പെട്ടവരെ. ദഊന നബ്ദ, നമുക്ക് തുടങ്ങാം. ബി അംഫുസിന, നമ്മളിൽ നിന്നും തുടങ്ങാം. വമിൻ ഉസ്രത്തിന, നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങാം. അതായത് നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് വൃത്തിയാക്കി തുടങ്ങാം. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ നാട് വൃത്തിയാകും. ഹയ്യ നസ്തഫുലിദ് തൽവീസ്, വരൂ നമുക്ക് മലിനീകരണത്തിനെതിരെ അണിനിരക്കാം എന്ന് പറയുകയാണ് ഈ കുട്ടികൾ. ഓക്കെ, കൈഫ തുദീറൂന നുഫായത്തി ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിലെ മാലിന്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നുനാക്കിഷ്, അത് ചർച്ച ചെയ്യുക. മാഹിയ അസല്ലാത്ത് സലാസ്, ആ 3 സല്ലത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് സല്ലത്ത്, എന്തിനു വേണ്ടിയുള്ള സല്ലത്താണ്? സല്ലത്തുൻ ലിന്നുഫായത്തിൽ ഔറാഖ്. രണ്ടാമത്തത് സല്ലത്തുൻ ലിന്നുഫായത്തിൽ പ്ലാസ്റ്റിക്കിയ. മൂന്നാമത്തത് സല്ലത്തുൻ ലിന്നുഫായത്തിൽ തൊബീഴിയ. ഓക്കെ, ഇങ്ങനെ 3 വേസ്റ്റ് ബാസ്ക്കറ്റുകളാണ് ഉള്ളത്. ഇതോടെ മൂന്നാമത്തെ സീനും കഴിഞ്ഞു. നമ്മുടെ നാടകം അവസാനിച്ചു. 3 സീനുകളാണ് ഈ നാടകത്തിലുള്ളത്. ഇനി ഇതിലെ തംരീനാത്ത്, ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ പറയാം.